അനുപമ, ഈ മുകേഷ്, ജയസൂര്യ അടക്കമുള്ള 7 പേർക്കെതിരെ, 7 നടന്മാർക്ക് അല്ലെങ്കിൽ 7 പ്രമുഖ വ്യക്തികൾക്കെതിരെ നൽകിയ പീഡന പരാതി ഇരയായ അല്ലെങ്കിൽ അതിജീവിതയായ പെൺകുട്ടി പിൻവലിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി പിൻവലിച്ചത് എന്നാണ് അനുപമയ്ക്ക് തോന്നുന്നത്? ആ കുട്ടി അതിന് റീസൺ ആയി പറഞ്ഞത് സർക്കാർ ഇരയ്ക്കൊപ്പം നിന്നില്ല, സർക്കാർ വേട്ടക്കാരന്മാർക്കൊപ്പമായിരുന്നു, അല്ലെങ്കിൽ സർക്കാർ ഒരു ഫേവറിസം ഈ നടന്മാർക്ക് കൊടുത്തു എന്നതും ഈ കുട്ടിക്കെതിരെ ഒരു പോക്സോ കേസ് ചുമത്തിയതും ഒക്കെയാണ് ആ കുട്ടി അതിന് റീസൺസ് ആയി പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അനുപമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറയട്ടെ, ഈ സ്ത്രീകളുടെ ഒരു പ്രിവിലേജ് ഉണ്ട് അവർക്ക് സൊസൈറ്റിയിൽ എന്ന് പറയുന്നത്. അതില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഒരു പ്രിവിലേജ് ഉണ്ട് സ്ത്രീകൾക്ക്. അവരതിനെ യൂസ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് പകരം അതിനെ മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അവിടെയാണ് പ്രശ്നങ്ങളുടെ കിടപ്പ് തുടങ്ങുന്നത്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ഹേമ കമ്മീഷനെ നിലവിൽ കൊണ്ടുവന്ന തന്നെ എന്തിനായിരുന്നു? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ, സ്ത്രീകൾ നേരിടുന്ന ലൈംഗികത അല്ലെങ്കിൽ ലൈംഗികമായി നേരിടുന്ന പ്രശ്നങ്ങളല്ലാതെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷനായിരുന്നു ഹേമ കമ്മീഷൻ. അപ്പൊ അതിനകത്ത് എന്താ പറയാ, ഈ ഒരു സീസൺ പോലെയായിരുന്നു. സ്ത്രീകൾ എവിടെ നിന്നൊക്കെയോ മഴ പെയ്യുന്ന പോലെ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് അയാൾ പീഡിപ്പിച്ചു, ഇയാൾ പീഡിപ്പിച്ചു, തലങ്ങും വിലങ്ങും പീഡനമായിരുന്നു. പിന്നീട് നിവിൻ പോളിയുടെ ഒരു പെർട്ടിക്കുലർ വിഷയം വന്നതിന് ശേഷമായിരുന്നു ഈ സ്ത്രീകളുടെ ഈ ഒരു മഴയ്ക്ക് ഒരു അന്ത്യം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പേടി തട്ടിയത് ആ ഒരു ഇഷ്യൂ വന്നത് കൊണ്ടായിരിക്കാം. അതെ, കാരണം തന്റെ പക്ഷത്ത് യാതൊരുവിധ തെറ്റും ഇല്ല എന്ന കോൺഫിഡൻസോടുകൂടി ആ കോൺഫിഡൻസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അയാൾ പോരാടി. അതിന് അയാൾക്കെതിരെ വന്ന ആ ഒരു ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ ഒരു പരാതിക്കെതിരെ അയാൾ പോരാടി. അവസാനം അയാൾ വിജയിച്ചു. അപ്പൊ പിന്നെ ഇനി ഈ തുറപ്പ് ചീട്ടും കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലേഡീസിന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയാ, ഈ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവില്ലായിരുന്നു. ശില്പ തോന്നിയില്ലേ? അതെ, നമ്മൾ ഈ ഹണി ട്രാപ്പുകളിൽ പെടുന്നവരിൽ കൂടുതലും ആണുങ്ങളാണ്. അവരുടെ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റിൽ കയറി പിടിച്ചിട്ടാണ് അത് സംഭവം. ഈ ഹണി ട്രാപ്പിന്റെ വേറൊരു വെർഷൻ ആയിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നീതികേട് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനൊരു അവസരമായി എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇന്നൊരു നടനെതിരെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, എനിക്കും പറയാലോ എന്നുള്ളൊരു മൂഡില് ഒരാൾക്കെതിരെ, ഒരു നടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തി അല്ലെങ്കിൽ സാധാരണക്കാരനോ ആയിക്കോട്ടെ, അയാൾക്കെതിരെ ഒരു ആരോപണവുമായി വരിക. എന്നിട്ട് ഈ പീഡന പരാതികളിലെ ഏറ്റവും വലിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഇരയായ കുട്ടിയുടെ ഇത് മൊഴി തന്നെയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കപ്പെടുന്നത് ആ പരാതിയിൽ. കാരണം വേറൊരാളുടെ മൊഴിയേക്കാൾ, കാരണം ആ സന്ദർഭത്തിൽ എന്തായാലും അവിടെ വേറൊരാൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുട്ടിയുടെ മൊഴിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനെ ചൂഷണം ചെയ്യുകയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് അവർക്കുണ്ടാവുന്ന ലാഭങ്ങളുണ്ട്, സാമ്പത്തികമായ ലാഭങ്ങൾ. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം ഇപ്പൊ ഞാന് ഒരു കേസ്, ഞാനിപ്പോ അനുപമ ഒരു പ്രമുഖയായ വ്യക്തിയാണെന്നിരിക്കട്ടെ, ഞാൻ അനുപമയ്ക്കെതിരെ ഒരു ലൈംഗിക പരാതിയും കൊണ്ടുവരികയാണ്. ഇനിയിപ്പോ അത് അനുപമ ചെയ്തില്ലെങ്കിലും ഒരു ചീത്തപ്പേര് വേണ്ടെന്ന് വിചാരിച്ച് അനുപമയ്ക്ക് അത് മേ ബി എന്നോട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അനുപമ തയ്യാറാവും. എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ തന്നെ ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിവിൻ പോളി ആ ധൈര്യം കാണിച്ചു, എന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്റെ കയ്യിൽ തെറ്റില്ല എന്ന് പറയുന്ന ആ ധൈര്യം കാണിച്ചു. പക്ഷെ അത് പലരും കാണിക്കാത്തൊരു സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ടായി. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കള്ളത്തരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവരത് കാണിക്കാതെ പോയത്. എന്തായാലും അവരത് കാണിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായി. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സെറ്റിൽമെന്റുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത് നടക്കുമെന്ന് മനസ്സിലാക്കിയ ഒരു പറ്റം സ്ത്രീകളും ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഒരു ആരോപണം ഇപ്പൊ നടന്ന് സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വന്നിരിക്കട്ടെ, പിന്നെ പിന്നാലെ സിദ്ദിഖിനെതിരെ 2-3 ആരോപണങ്ങൾ വരും. അപ്പോ എന്താ പറയാ, ഒരു കൂട്ടത്തോടു കൂടിയുള്ള ഒരു അറ്റാക്കായിട്ട് അത് മാറി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അത് കോമ്പൻസേറ്റ് ചെയ്യും. അത് നമ്മൾ ഈ എന്താ പറയാ, ഒരിക്കൽ അല്ലെങ്കിൽ ചാഞ്ഞ മരത്തിൽ പാഞ്ഞു കയറുക എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഇപ്പൊ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിദ്ദിഖിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ അയാൾ അവിടെ ഒന്നൊന്ന് കീഴടങ്ങി അല്ലെങ്കിൽ അയാൾ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് തിരിച്ച് പ്രതികരിക്കുക എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലങ്ങും വിലങ്ങും പീഡന പരാതികളാണ്. ഇപ്പൊ ഈ പരാതി പിൻവലിച്ച ആലുവ സ്വദേശിയായ യുവതി, അവരുടെ കാര്യം തന്നെ എടുക്കണം. അവർ 7 പേർക്കെതിരെയാണ് പീഡന പരാതി കൊടുത്തത്. 7 പേർക്കെതിരെ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 7 പേര് ഇവരെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്. കയറി പിടിക്കാൻ ശ്രമിച്ചു, ഉമ്മ വെക്കാൻ ശ്രമിച്ചു. അങ്ങനെ നടന്മാരുണ്ട്, വക്കീലുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ 7 പേരില്. ഞാൻ ചോദിക്കുന്നത്, ഈ 7 സ്ഥലത്തും ഇവര് മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്?
പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു വട്ടം കുഴിയിൽ വീണ ഒരാൾക്ക് രണ്ടാമത്തെ വട്ടത്തിൽ കുഴിയിൽ വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല്ലോ? അതെ അതെ, കുഴി കാണുമ്പോഴേ നമ്മൾ ആലോചിക്കും. ഒരു 3 വട്ടം ശ്രദ്ധിച്ചില്ലെന്നിരിക്കട്ടെ, പിന്നെയും കിടക്കുന്നുണ്ട് 4 പ്രാവശ്യം. 7 പേരാലാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അതും ഒരേ സമയത്തല്ല, 7 സന്ദർഭങ്ങളും 7 സമയങ്ങളാണ്, വർഷങ്ങളെ വ്യത്യാസങ്ങളുണ്ട് 7 തമ്മിൽ. അപ്പൊ ഈ 7 സമയത്ത് ഇവർ മിണ്ടിയിട്ടില്ല. പിന്നെ 7 പേർക്കെതിരെ സർക്കാർ ഇവിടെ നീതികേട് കാണിച്ചു എന്ന് പറയുന്നു. സർക്കാർ കേസ് അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് ഇവരിതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പൊ അവരുടെ ഉദ്ദേശം അതല്ല. പിന്നെ വെച്ചാൽ അങ്ങനെ ഇവര് സർക്കാർ നീതികേട് കാണിച്ചെങ്കിൽ ഇവരെന്തിനാണ് കേസ് പിൻവലിക്കുന്നത്? കേസുമായിട്ട് മുന്നോട്ട് പോകല്ലേ? ഒരു legit അവരുടെ സൈഡിലാണ് തെറ്റ്, അല്ല അവരുടെ സൈഡിലാണ് ന്യായമെങ്കിൽ ആ ന്യായത്തിന് വേണ്ടി അവർ പോരാടണ്ടേ? അല്ലെങ്കിൽ അവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അതിനു വേണ്ടി അവർ പോരാടല്ലേ ചെയ്യേണ്ടത്? അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറാണ്. ലെജിസ്ലേച്ചറിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് ജുഡീഷ്യറി. സർക്കാരിനേക്കാൾ പവർഫുൾ ആണ് ജുഡീഷ്യറി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയാണ്. അപ്പോൾ സർക്കാരിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് കോടതിയെ വിശ്വസിച്ചുകൂടെ? അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ കോടതി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ താല്പര്യം. ഞാൻ പറയട്ടെ, ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുന്നു. ഇതേ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്നാണ് അവരുടെ വാദം. ഇതേ സർക്കാരല്ലേ ഈ നടി ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ നടിക്കൊപ്പമല്ലേ ഉണ്ടായിരുന്നത്? അതാണ്, അല്ലാതെ പ്രതിയായിരുന്ന ദിലീപിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്? ഒരിക്കലും അല്ല. അതേപോലെ തന്നെ ഈ വ്യക്തി, ആലുവ സ്വദേശിനിയായ ഈ യുവതി, ഈ സംഭവം വന്ന് ഈ 7 പേർക്കെതിരെ പരാതി കൊടുത്തതിന് ശേഷം എത്രയോ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ പരാതികളെ കുറിച്ച്, ഈ നടന്ന സംഭവങ്ങൾ. ഈ സർക്കാർ ഇതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നിവിൻ പോളി വിഷയത്തിന് ശേഷം ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും സോഷ്യലായി സംസാരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് അവർക്ക് അങ്ങനെ അവരുടെ മുഖപ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരതിന് തയ്യാറായിരുന്നു. ആ സമയത്ത് അവർക്ക് എന്തുകൊണ്ട് അതിനെതിരെ പോരാടാൻ അവർ തയ്യാറായില്ല? സർക്കാർ നീതികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ പിന്മാറുന്നു? ഒരു പോരാടല്ലേ വേണ്ടത്? ഇനി അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിൽ സിനിമയിലേക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ സഫർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർ പോരാടണ്ടേ? പക്ഷെ അത് ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് എന്തിനോടൊരു ഉൾഭയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ ഒരു ബലം ഉണ്ടാവും. അതെ, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മടിയിൽ കനമുള്ളവനെ ഉള്ളിൽ ഭയമുള്ളൂ എന്നാണല്ലോ. അപ്പൊ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞത് നിവിൻ പോളി. അദ്ദേഹത്തിന്റെ സൈഡിൽ തെറ്റില്ല, ഒരംശം പോലും തെറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം വളരെ സധൈര്യം മുന്നോട്ട് പോയതും അത് അവസാനം തെളിയിച്ചെടുത്തു. അതും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹം നിരത്തി. അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ എത്ര പേര് വന്നു. അതെ, അങ്ങനെ എത്ര പേര് തെളിവുകൾ അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ തെളിവുകളുടെ ഒരു സാഗരയായിരുന്നു അവിടെ. അതെ അതെ, അതിനൊന്നും ആവശ്യമില്ല. അദ്ദേഹം ആരോട് ആവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ ജനപ്രീതിയുള്ള നടനായതിന്റെ പേരിലോ മാത്രമോ അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഒപ്പം ആളുകൾ നിന്നത്. അദ്ദേഹത്തിന് പൊതുവെ ഒരു ഇമേജ് ഉണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമേജാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു ഇമേജ് അയാൾ കീപ്പ് ചെയ്യുകയും ചെയ്തു. അതിന് വന്ന കോട്ടം അദ്ദേഹം തന്നെ അത് നികത്തുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാജ പരാതികളിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു എന്നും കൂടി എനിക്ക് പറയേണ്ടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഇഷ്യൂവിന് ശേഷമാണ് മറ്റേ അണക്കെട്ട് പൊട്ടിയ പോലെ വന്ന പരാതികൾക്ക് ഒരു ശമനം ഉണ്ടായത്. അത്ര വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഇതേ ഇപ്പൊ ഞാൻ കേട്ടിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറിയതും ഒരു വിഷയമാണ്. കാരണം നമുക്കതിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റും. നമ്മൾ പൊതുമധ്യത്തിലേക്ക് വരാത്തതും ആകാം. കാരണം പരാതികൾ വരുന്നുണ്ടോ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ചൂടൻ ചർച്ചകളൊന്നും അതിന്റെ പേരിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്.